ഹലോ മക്കളെ, ഈ വീഡിയോ ഞാനും എൻ്റെ ഫാമിലിയും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ്. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് ഞാനാണെങ്കിലും കേൾക്കണോ വേണ്ടയോ എന്ന തീരുമാനം നിങ്ങളുടെ കയ്യിലല്ലേ. എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്നത് മാക്സിമം ഒരു 10 ദിവസമാണേ. അമ്മയെ, അച്ഛനെ, അനിയനെ, അനിയത്തിയെ അയ്യോ കണ്ടില്ലെങ്കിൽ തല പൊട്ടി ഞാൻ ചാകും. അതുപോലെയാ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണവും. ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും എത്ര വില കൂടിയ ഭക്ഷണം കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് വേറെ തന്നെ ഫീലാണ്. വീട് വെച്ച് മാറിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രകൾ കുറഞ്ഞു. ഒരു മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഒരു യുഗം കടന്നുപോയതുപോലെയാണ്. എങ്കിലും ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി എങ്ങനെയെങ്കിലും അമ്മയെ കാണാനുള്ള അവസരം ഞാൻ കണ്ടെത്തും. ഓടിപ്പോകുന്നത് അടുക്കളയിലേക്കാ. മീനിനോടാണ് പ്രിയം. ചട്ടിയുടെ അടപ്പ് തുറക്കും, നിറച്ചും മീൻ കഴിക്കും. വീണ്ടും അമ്മയോട് തരും ഇനിയും എന്തെങ്കിലും കഴിക്കാൻ ബാക്കി ഇരിപ്പുണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പൊ മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല കണ്ണൻ കൊഴിയാള വെച്ചുണ്ടാക്കുന്ന മീൻ കറിയാണ്. ചില ആൾക്കാർക്കുണ്ടല്ലോ മീൻ കാണുമ്പോഴേ ഇത് ഏതാ മീനെന്ന് മനസ്സിലാവും. എനിക്കങ്ങനെ എല്ലാ മീനുകളും മനസ്സിലാകില്ല. ഈ മീൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരുന്നു. അമ്മയോട് ചോദിച്ചാണ് ഉറപ്പിച്ചത്. ഇത് കണ്ണൻ കൊഴിയാളയാണേ. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന്റെ പേരെന്താണ്? ഒന്ന് കമന്റ് ചെയ്യില്ലേ? കണ്ണു തുറിച്ചിരിക്കുന്നത് കൊണ്ടാണോ ഇദ്ദേഹത്തിനെ കണ്ണൻ കുഴിയാള എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആണോ? വീണമ്മ എത്ര പറഞ്ഞാലും കത്രിക ഉപയോഗിച്ച് മീൻ കട്ട് ചെയ്യില്ല. സാധാരണ മനുഷ്യർ കട്ട് ചെയ്യുന്നത് പോലെയും കട്ട് ചെയ്യില്ല. ഇതുപോലെ കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ച് കട്ട് ചെയ്താലേ അമ്മയ്ക്കൊരു വാക്കുള്ളൂ, ഒരു വശമുള്ളൂ. വീണമ്മ എന്താ സർക്കസ് കാണിക്കുന്നു എന്ന് പറയാൻ തോന്നും. പക്ഷെ പേജിന്റെ റെഗുലർ ഫോളോവേഴ്സിന് അറിയാം വീണമ്മ ഇതിൽ എക്സ്പേർട്ട് ആണെന്ന്, അല്ലേ? എത്ര പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടില്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എന്ന്. സംസാരിക്കാൻ വീണ്ടും വീണ്ടും കാരണങ്ങൾ കണ്ടെത്തുന്ന കൂട്ടത്തിലാണ് പേജ് ഒരു അവിയൽ രൂപത്തിലേക്ക് മാറിയത്. ഇവിടെ കുക്കിംഗ് വീഡിയോസ് കാണാം, പ്രാങ്ക് കോൾസ് കാണാം, DIY വീഡിയോസ് ഉണ്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, ലൈഫ് സ്റ്റോറീസ് ചെയ്തു, എത്രയോ ചാരിറ്റി വീഡിയോസ് നമ്മൾ ചെയ്തിരിക്കുന്നു. ശരിയല്ലേ? വീട് വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, പലരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് കണ്ടു, കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലേ എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തമാശയായിട്ടാണ് തോന്നിയത്. ഈ വീട്ടിലെ ആരുടെയൊക്കെ അധ്വാനം ഉണ്ടെന്നറിയോ? വീടിന്റെ സ്ട്രക്ചർ വരെയുള്ള പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്തത് ജിനോയുടെ ഫാദറാണ്. വിവാഹം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ, ഒക്കെയും ഈ വീട്ടിലുണ്ട്. പിന്നെ 10-11 വർഷം ഞാൻ വേറൊരു റേഡിയോ സ്റ്റേഷനിലല്ലേ വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ PF, ഗ്രാറ്റുവിറ്റി എല്ലാം ഈ വീട്ടിലുണ്ട്. പുട്ടില് ചേർക്കുന്ന പീര പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്. വാസ്തവ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങളിലെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി തരണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു കുക്കറി ഷോയിൽ പോയി എടീന്ന് വിളിച്ചപ്പോൾ ഷൗട്ട് ചെയ്ത ആളല്ലേ നീ എന്നൊരു കമന്റ് ഞാൻ കണ്ടു. അന്ന് ആ പ്രോഗ്രാമിലുണ്ടായിരുന്ന സുമേഷ് ഏട്ടന് ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചാനൽ തന്നെ പ്ലാൻ ചെയ്ത ഒരു പ്രാങ്ക് ആയിരുന്നു അത്. ഞങ്ങളുടെ അഭിനയത്തിന്റെ ഗുണം കൊണ്ടോ തൊട്ടടുത്ത് വന്ന പ്രോഗ്രാം ബിഗ് ബോസ് ആയതുകൊണ്ടോ ഇതും ഒരു റിയാലിറ്റി ഷോ എന്ന് തന്നെയാണ് പലരും ധരിച്ചത്. അങ്ങനെ സുമേഷ് ഏട്ടന് വേണ്ടി ചാനൽ അന്ന് പ്ലാൻ ചെയ്ത പ്രാങ്ക് ഇന്നും എന്നെ അഹങ്കാരിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതേ ഷോയിൽ പങ്കെടുത്ത മറ്റേതൊരു വ്യക്തിയോടും നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന്റെ അരപ്പ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്തത് എന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലെ? തേങ്ങ, ചെറിയ ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി. ലേശം പുളിയും കൂടി ചേർത്താണ് തിളപ്പിച്ചു തുടങ്ങിയത്. വെന്ത് വറ്റി തുടങ്ങി, ചുവന്നു തുടങ്ങി. ദേ റെഡിയാണ് നമ്മുടെ കണ്ണൻ കൊഴിയാള കറി. ട്രൈ ചെയ്ത് നോക്കണേ.